കോട്ടയം ജില്ലയിൽ പാലായ്ക്കും രാമപുരത്തിനും ഇടയിലുള്ള ഒരു സ്ഥലമാണ് ഏഴച്ചേരി. ഏഴച്ചേരി പള്ളിയുടെ കീഴിൽ വരുന്ന ഒരു മനോഹരമായ കുരിശിൻ്റെ വഴി നടക്കുന്ന സ്ഥലമാണ് ഫാത്തിമഗിരി എന്ന ഈ സ്ഥലം. 2003 ഇവിടെ ആദ്യമായിട്ട് കുരിശിൻ്റെ വഴി നടത്തി തുടങ്ങിയത്. ചുറ്റും റബ്ബർ എസ്റ്റേറ്റും എല്ലാം ഉള്ള ഒരു മനോഹരമായ സ്ഥലമാണ്. കുത്തനെയുള്ള കയറ്റങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളത്. 14 സ്ഥലങ്ങൾ, കുരിശിൻ്റെ വഴിയിലെ 14 സ്ഥലങ്ങൾ മനോഹരമായി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. വലിയ നോയമ്പിൽ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടേക്ക് കുരിശിൻ്റെ വഴി നടത്തപ്പെട്ടു വരുന്നുണ്ട്. ഇന്ന് പ്രതികൂല കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഇന്ന് ഇവിടേക്കുള്ള കുരിശിൻ്റെ വഴി പള്ളിയിൽ നിന്ന് വരുന്നത് ക്യാൻസൽ ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ആളുകളെയൊന്നും കൂടുതലായിട്ട് കാണാൻ സാധിക്കാതിരുന്നത്. ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെ ഈ സ്ഥലമൊന്ന് കാണുക, ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ മുന്നോട്ടുള്ള യാത്ര തുടരുന്നത്. കുരിശിൻ്റെ വഴിയിലെ വിവിധ കാര്യങ്ങൾ ഓരോ സ്ഥലത്തുമായിട്ട് നമുക്ക് കാണാം. ഒരു ചെറിയ ഗ്രൂപ്പൊക്കെ ആയിട്ട് വന്നാൽ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം കുരിശിൻ്റെ വഴി നയിക്കാം. മുകളിലുള്ള മനോഹരമായ സീനറി ആസ്വദിക്കാം. വളരെ ആൾതാമസം കുറഞ്ഞ ഒരു സ്ഥലമായതിനാൽ സാമൂഹ്യ വിരുദ്ധരുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന ചില ബോർഡുകളൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോരോ സ്ഥലങ്ങളായി നമ്മൾ കടന്ന് മുകളിൽ ചെല്ലുമ്പോൾ വളരെ മനോഹരമായ, തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സീനറിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റ് ഉയർന്ന പ്രദേശങ്ങളിലുള്ള പോലെ ഇന്നിപ്പോൾ മഴയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം നല്ല കോടമഞ്ഞിൻ്റെ സാന്നിധ്യവും ഒക്കെ നമുക്കിവിടെ ഫീൽ ചെയ്യാൻ സാധിക്കും. ഏറ്റവും മുകളിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഏഴച്ചേരി പള്ളി, രാമപുരം പള്ളി, മറ്റ് പ്രധാന സ്ഥലങ്ങളെല്ലാം നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. കുരിശിൻ്റെ വഴിയിലെ അവസാന ഭാഗങ്ങളെല്ലാം ഉയർന്ന പ്രദേശങ്ങളിലേക്കാണ്, പാറയുടെ മുകളിലേക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ പാറയുടെ മുകളിൽ ചെറിയ പടിക്കെട്ടുകൾ പോലെ നിർമ്മിച്ചിട്ടുണ്ട്. പല ആംഗിളുകളിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായ പ്രകൃതി ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഴയുള്ള ദിവസമായതുകൊണ്ട് കോടമഞ്ഞും ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു തണുത്ത കാറ്റൊക്കെയാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. കുരിശിൻ്റെ വഴിയുടെ അവസാന ഭാഗമായ യേശുവിനെ കുരിശിൽ തറയ്ക്കുന്ന ആ ഭാഗമൊക്കെ കവർ ചെയ്താണ് വെച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് അത് അനാവരണം ചെയ്യപ്പെടുന്നത്. അസ്തമേശ്വറിൻ്റെ വിവിധ ഭാവങ്ങൾ നമുക്കിവിടെ ദർശിക്കാനായിട്ട് സാധിക്കും. ഗ്രൂപ്പായി ഇവിടെ പ്രാർത്ഥനാപൂർവ്വം വരാൻ പറ്റുന്ന വളരെ നല്ല സ്ഥലമാണ്. താഴേക്കുള്ള ഇറക്കം കുറച്ച് ശ്രമകരമാണ്, എങ്കിലും ഇവിടുത്തെ പ്രകൃതി ഭംഗിയും ശാന്തമായ അന്തരീക്ഷവും നമുക്ക് നല്ലൊരു അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത്.